പൈസ ആ പോ, പിന്നെ തരാം. ശരി, തുണിയെടുത്തേ. തുണിയാ? ആ. അയ്യോ, ഇതെന്തു പറ്റി? വല്ലയിടത്ത് വീണോ? അല്ല, കുത്തിയതാ. ആര്? ഒരു പന്നിയുടെ മോൻ. അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ. അവന്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചേനെ. അയ്യോ, ചത്തില്ല, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇനി 1.5 കാലം വെച്ച് തെണ്ടാം. തെണ്ടട്ട പട്ടി. പിന്നെ എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ലാസർ മോലാളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്നും പറഞ്ഞു. അത് നിങ്ങളാണോ? ഇതാ പിടിച്ചില്ല എനക്ക്. വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശ് ലിസ്റ്റ്. അതിപ്പോ ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളിനെ നോക്കണം. കാശ് കൊണ്ടുവരാവണമെങ്കിൽ. എന്താ നിനക്ക് ഇത്ര മടി? ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടോ? അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറിക്കുകയൊന്നുമില്ല. ആവശ്യമുണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും. മനസ്സിലായടാ? ആശാനെ, ഒന്ന് കേറിട്ട് വാ. ഇത്തിരി മരുന്ന് വെച്ചിട്ട് പോവാം. ഓ, മരുന്ന് മാത്രമൊന്നും വേണ്ട. അയ്യോ, ചിലപ്പോ സെപ്റ്റിക് ആയാലോ. വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് പറ്റില്ല ആശാനെ? ഓ, ഒരു കുത്തു കടഞ്ഞതാ. അതേത് വിവരദോഷി അപ്പൂട്ടി ആശാനെ കുത്താൻ? ഒരു മൊണ്ണ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ മരുന്നെടുക്ക്. ഇതെന്താടോ? വാറ്റ. ആ, ഇതിന്റെ ബിസിനസ് ഉണ്ടോ? അയ്യോ, ഇത് വിൽക്കാനല്ല. ആശാനെ പോലുള്ള VIP വരുമ്പോ മാത്രമേ പുറത്തെടുക്കൂ. പിന്നെ കടയടച്ച് പോകാൻ നേരത്ത് ഞാൻ ഒരു 2 വീശും. നീറോടോ? ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീറ്റുമല്ലോ അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ? നാളെ കരിയും. ലേശം വീശണ. വലിയ ലിസ്റ്റൊക്കെ ആണല്ലോ. അതാ 1.5 കാലിന്റെ. സിഗരറ്റ്, തീപ്പെട്ടി, നീരം, വള, മാല, കൺമഷി, റിബൺ, കരിമണി മാല. ഇത് ശരിയല്ലോ പുട്ടേശനെ. ഏത്? മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഈ വക കാര്യങ്ങളാവും കൈവെക്കുന്നത് ശരിയല്ല. അല്ല, ലേഡീസ് ഐറ്റംസ് വിട്ടേക്കാം. അല്ല, ഇവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നല്ല. എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം.